ഹലോ മക്കളെ, SSLC ഫിസിക്സ് പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ പരീക്ഷ ഈസി ആയിരുന്നോ, മീഡിയം ആയിരുന്നോ, ടഫ് ആയിരുന്നോ എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എക്സാമിനറിന്റെ കഴിഞ്ഞ ദിവസത്തെ ലൈവുകളും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ള കാര്യം കൂടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പരീക്ഷ നിങ്ങൾക്ക് A+ കിട്ടിയിട്ടുണ്ടാകും, അതിലൊരു സംശയമില്ല. ഓക്കെ, അത് ഓൾറെഡി ക്ലാസ് ഫോളോ ചെയ്തവർക്ക് ഒരു പ്രൂഫായിരിക്കും. ഓൾറെഡി ക്ലാസ് ഫോളോ ചെയ്യാത്തവർക്ക് ഇനിയുള്ള ക്ലാസ്സുകൾ എക്സാമിനറിന്റെ ഫിസിക്സ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും മാത്സിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഫോളോ ചെയ്യാൻ വേണ്ടി ഒരു പ്രചോദനം കൂടിയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം, പബ്ലിക് എക്സാമിൽ ഈ തട്ടിക്കൂട്ട് പഠനവും നടക്കില്ല. കാരണം ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, എക്സാമിൽ അത്ര ഈസി ചോദ്യങ്ങളൊന്നും അല്ല. നിങ്ങളെ കുറച്ച് കുഴപ്പിക്കുന്ന രീതിയിൽ, ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഡയറക്റ്റ് അല്ലാത്ത കുറേ ചോദ്യങ്ങൾ, ഡയറക്റ്റ് ഉള്ള ചോദ്യങ്ങളുണ്ട്, പക്ഷെ ഡയറക്റ്റ് അല്ലാത്ത കുറേ ചോദ്യങ്ങൾ നമ്മൾ ഈ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക് എക്സാം ഒരിക്കലും ഒരു ഈസി അല്ലെ മീഡിയം പേപ്പർ പോലെ ആയിരുന്നു വിചാരിക്കേണ്ട. നന്നായി പഠിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നന്നായി ഒരു പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ച് നമ്മൾ 26 ഡിസംബറിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ ഈ 2 ക്വസ്റ്റ്യൻ ബാങ്കും അതുപോലെ നിങ്ങളുടെ ഫാസ്റ്റ് ട്രാക്ക് ബുക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ബാച്ചിന്റെ കൂടെ എല്ലാ ചാപ്റ്റേഴ്സും ഈ റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് ഡിസ്കഷന്റെ ലൈവ് ഉണ്ടാവുന്നതായിരിക്കും. എല്ലാ സബ്ജക്റ്റും അടിപൊളിയായിട്ട് പഠിച്ച് പബ്ലിക് എക്സാമിൽ ഫുൾ A+ ഉറപ്പാക്കണമെങ്കിൽ അഡ്മിഷൻ എടുത്തോ താഴെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നിങ്ങളെ സെറ്റാക്കി തരും. ഫുൾ സിലബസ്, ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ പഠിപ്പിക്കുന്നതായിരിക്കും. ക്ലിയർ ആണോ? ഇൻക്ലൂഡിങ് ഈ ബുക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പഠനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുക, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. +1 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ഒരു ബാച്ച് ഫ്രീ ആണെന്നുള്ളൊരു ഓഫറും കൂടി ഉണ്ട്, അത് ഞാൻ അറിയിക്കുന്നു. കൂടുതൽ പറയാതെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഒരു കാര്യമുള്ളത്, ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിലിടോ നമ്മുടെ വൈദ്യുതകാന്തിക പ്രേഷണം എന്ന് പറഞ്ഞ ചാപ്റ്റർ, അത് ശരിക്കും ടേം 3 ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഈ അതിലെ ചോദ്യങ്ങളിലൂടെ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നും കൂടി ഇല്ല. പക്ഷേ എങ്കിലും നമ്മൾ ബാച്ചിലൊക്കെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ആകെയുള്ള ഒരു എറർ നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റിയത്, മിസ്റ്റേക്ക് ഞാൻ ഓണസ്റ്റ്ലി അഡ്മിറ്റ് ചെയ്യാം. നമ്മൾ യൂട്യൂബിൽ തലേ ദിവസമുള്ള എടുത്ത ലൈവിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ആക്ച്വലി പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് യൂട്യൂബിൽ മാത്രം, അത് എക്സാമിൻ്റെ തലേന്ന് ലൈവ് കണ്ട് മാത്രം കുട്ടികൾക്ക് അത് മാത്രം നിങ്ങൾ കണ്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് ഞാൻ സോറി പറയുന്നു. പക്ഷേ നമ്മൾ ബാച്ചിലേക്ക് എന്നോ എടുത്ത് തീർത്തതുകൊണ്ടും മാത്രമല്ല ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ബാച്ചിൽ നിന്ന് എടുത്താൽ എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാച്ചിൽ പഠിച്ച കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി. യൂട്യൂബിൽ തലേ ദിവസം മാത്രം കണ്ടവർക്ക് ഈ ഒരു ചാപ്റ്ററിന് മാത്രം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് ഞാൻ സോറി പറയുന്നു. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഓരോന്നേരം നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഹാസ് പോസിറ്റീവ് പവർ? അവിടെ പവർ പോസിറ്റീവ് ആയതും ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയ ഒരൊറ്റ ടൈപ്പ് ലെൻസേ ഉള്ളൂ, വിച്ച് ഇസ് കോൺവെക്സ് ലെൻസ്. പവറിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ ഇത് ന്യൂമറിക്കൽ ലെൻസ് ഇൻക്ലൂഡിങ് നമ്മൾ ക്ലാസ്സിൽ തലേ ദിവസം ചെയ്തതാണ്. അത് കണ്ട ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, കോൺവെക്സ് ലെൻസ് ആണ് ആൻസർ. 2 അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി ലൈറ്റ് പാസസ് ത്രൂ പ്രിസം സ്പ്ലിറ്റ്യൂഡ്, അത് ബേസിക്കലി ഡിസ്പെർഷൻ ആണ് സാധനം. ദ ഡീവിയേഷൻ ഓഫ് കളേഴ്സ് വേരീസ് അക്കോർഡിംഗ് ടു വേവ് ലെങ്ത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ നേരെ പറഞ്ഞാണ്. ബേസിക്കലി എന്നാൽ ഡിസ്പെർഷൻ ആണ് സാധനം, വേവ് ലെങ്ത്തിനനുസരിച്ചാണ് ഓരോ കളർ ഡീവിയേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടും കറക്റ്റ് ആണെന്ന് മാത്രമല്ല അസേർഷന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് റീസൺ. സോ ദി ആൻസർ ഈസ് എ ആണ്. ബോത്ത് അസേർഷൻ റീസൺ ആൻഡ് ട്രൂ. റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. അതിലൊരു പ്രശ്നം അവിടെ ഇല്ല. അപ്പോൾ എ ആണ് കറക്റ്റ്. ബൈ ദ വേ, ഈ ആൻസർ കീയിൽ നമ്മൾ ന്യൂമറിക്കലൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെയ്തുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഡോണ്ട് വറി, ആ എറേഴ്സ് ഒക്കെ നമ്മൾ കമന്റ് ബോക്സിൽ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. റെഡി. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ഡയറക്റ്റ് ചോദ്യമാണ്. എക്സാമിന്റെ തലേന്നുള്ള സ്ക്രീൻഷോട്ടാണ് കാണിക്കുന്ന ലൈവിന്റെ കേട്ടോ. അതല്ലാതെ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ബാച്ചിലെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഡോണ്ട് വറി. എടോ ഇതൊക്കെ നേരെ ഈ റൂൾ ഉപയോഗിച്ചാൽ മതി. കറണ്ട് ഇങ്ങനെ കയറുന്നു, ബാക്ക് കൂടെ കയറുന്നു, മുന്നോട്ട് ഇറങ്ങുന്നു. നമ്മൾ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇറങ്ങിയാൽ നോർത്ത് പോൾ അവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നോർത്ത് പോൾ എയിലും ബിയിലും അല്ല. കറണ്ട് ഫ്ലോസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, മാഗ്നറ്റിക് പൊളാരിറ്റി. അപ്പം നേരെ തിരിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് പൊളാരിറ്റി ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നോർത്ത് പോൾ എയിലല്ല, നോർത്ത് പോൾ ബിയിലല്ലടോ, സൗത്ത് പോൾ അല്ലേ. അപ്പം ഇത് കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് 2 and 4 ആണ് കറക്റ്റ്. ഓക്കെ, ദ സെയിം സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതാ കറക്റ്റ് എന്നൊക്കെ ചോദിച്ചുള്ള ചോദ്യം ചെയ്ത് അത് ഒന്ന് ട്വിസ്റ്റഡ് പോലെ ചെയ്തിട്ടില്ല. സെയിം സാധനം തന്നെ ചോദിച്ചിരിക്കുന്നത്. അതിനെ ABCD എന്ന് ഇങ്ങനെ ആക്കി വെച്ചിരുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ. അതൊക്കെ ക്ലാസ് നേരെടുത്ത ചോദ്യമാണ്. ഈ ഒരു ചോദ്യം നമ്മുടെ ഒരു 1 മാർക്ക് ചോദ്യം വന്നത് എന്താണ്, നമ്മുടെ അവസാനത്തെ ആ ചാപ്റ്ററിൽ നിന്നാണ്. വരാൻ പാടില്ലാത്ത ചാപ്റ്റർ ആണ് ശരിക്കും നമ്മുടെ ഈ ഒരു സിലബസ് പ്രകാരം നോക്കുകയാണെങ്കിൽ. എങ്കിലും ഇത് ബേസിക് ട്രാൻസ്ഫോമർ പഠിച്ച കുട്ടിക്കറിയാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പ്രൈമറി കോയിൽ ആയിരിക്കും എപ്പോഴും ഇൻപുട്ട്, സെക്കൻഡറി കോയിലായിരിക്കും ഔട്ട്പുട്ട്. അപ്പം തന്നെ ഒരു സാധനം കിട്ടി. പിന്നെ കോർ എന്തായിരിക്കും, കൺഫൈനിങ് ഫ്ലക്സിന്റെ കൺഫൈനിങ് സാധനമായിരിക്കും. മാത്രമല്ല പ്രൈമറി കോയിൽ ഇൻപുട്ടാണ്. അതേപോലെ സ്റ്റെപ്പ് അപ്പിൽ പ്രൈമറി കോയിലിൽ വോൾട്ടേജ് കുറവായിരിക്കും, കറണ്ട് കൂടുതലായിരിക്കും. കറണ്ട് കൂടുതലാണ് നമ്മൾ തിക്ക് വയർ ഉപയോഗിക്കും, ആ ഒരു ലോജിക് ഉപയോഗിക്കുക. മറ്റേൽ നേരെ തിരിച്ചായിരിക്കും എന്നുള്ള ലോജിക്ക് നമ്മൾ തിൻ വയർ എന്ന് ഉപയോഗിക്കുന്നു. പിന്നെ കോറ്, കൺഫൈനിങ് ഫ്ലക്സ്, സോഫ്റ്റ് ആൻഡ് കോർ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ സി ആയിരിക്കും. അപ്പോൾ സി നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. ഇത് അത്ര ഡിഫിക്കൽട്ട് ചോദ്യമല്ല, പക്ഷേ ഈ
ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷെ 1 മാർക്കേ ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം നമ്മുടെ സൗണ്ട് വേവ്സ് എന്നാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഈസ് 4 മീറ്റർ. ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് ഇൻ സെയിം ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ലെങ്ത് അല്ലല്ലോ. അപ്പോൾ വേവ് ലെങ്ത് ആണ് അവർ ആദ്യം തന്നിരിക്കുന്നത്, 4 മീറ്റർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത്. ഈ പാർട്ടിക്കിൾ ഇൻ മീഡിയം ടേക്സ് 5 സെക്കൻഡ് ഫോർ 10 വൈബ്രേഷൻ. എത്ര ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ. ഇപ്പോൾ നമ്പർ ഓഫ് വൈബ്രേഷൻ ബൈ ടൈം ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ഫ്രീക്വൻസി 2 ഹെർട്സ് കിട്ടിയില്ലേ. പിന്നെ അവർ ചോദിച്ചിരിക്കുന്ന സ്പീഡാണ്. സ്പീഡിന്റെ ഫോർമുല നമുക്ക് ലാംഡ എഫ് എന്ന് പറഞ്ഞ ഫോർമുല ഉണ്ട്. അത് എഫ് ഇൻറ്റു ലാംഡ ഇട്ട് കൊടുക്കുക 8 മീറ്റർ പെർ സെക്കൻഡ് ആൻസർ കിട്ടിയിട്ടുണ്ടോ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ഇൻക്ലൂഡിംഗ് ന്യൂമറിക്കൽസ് വേവ് ലെങ്ത് കണ്ടുപിടിച്ച് വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ ഉപയോഗിച്ചുള്ള ക്വസ്റ്റൻസ് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തൊരു കുട്ടിയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കും എന്ന് ഞാൻ പറയില്ല. കാരണം ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പബ്ലിക് എക്സാം ലെവലിൽ അവരെന്തായാലും കൂട്ടും. കാരണം അങ്ങനെ വെറുതെ കുറച്ച് ചോദ്യങ്ങൾ, വെറുതെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പോകുന്നൊരു കുട്ടിക്ക് എടുക്കാൻ പറ്റിയ ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു പേപ്പർ അല്ല ഇതും. പബ്ലിക് എക്സാം അങ്ങനെ ആയിരിക്കും. അപ്പോൾ നന്നായൊരു പഠനം ആവശ്യമുണ്ടെന്നുള്ള കാര്യം ഗവൺമെൻറ് നമുക്ക് കാണിച്ചു തരികയാണ് എന്ന് തന്നെയാണ് കേട്ടോ, അതിലൊരു സംശയമില്ല. A tuning fork is placed near a stressed string and made to vibrate. The string starts vibrating with the same frequency and tuning fork. Give reason. എന്തുകൊണ്ടാണോ? ബേസിക്കലി ഫോസ്റ്റ് വൈബ്രേഷൻ ആണ് സാധനം. അതിൽ തന്നെ രണ്ടുപേരും സെയിം ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെന്താ വിളിക്കുന്നത് നമ്മൾ? റെസണൻസ് എന്ന് പറയണം. ഓക്കെ, റെസണൻസ് എന്നുള്ള വാക്ക് നിങ്ങളുടെ ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. രണ്ടുപേർക്ക് സെയിം ഫ്രീക്വൻസിയാണ്, അതുകൊണ്ടാണ് മറ്റൊന്ന് സെയിം ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന റെസണൻസ് എന്ന് എഴുതാം. ഫോസ്റ്റ് ഓസിലേഷൻ കൂടെ എഴുതിയാൽ നല്ലതായിരിക്കും. അഥവാ ഫോസ്റ്റ് വൈബ്രേഷൻ എന്ത് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ റെസണൻസ് എന്നുള്ള വാക്കും കൂടെ വരണം. നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വരുന്നുണ്ടെങ്കിൽ റെസണൻസ് ആണ് അല്ലേ. അതായത് ബേസിക്കലി സ്ട്രിങ്ങിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ് ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നത്. വെൻ ബീം ഓഫ് ലൈറ്റ് പാസസ് ത്രൂ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കഴിഞ്ഞ ദിവസം തന്നെ മിഷൻ സാർ ചെയ്ത കാര്യം തന്നെയാണ്. ടിൻഡോൾ എഫക്റ്റ് ആണ് സാധനം. ഗിവ് അനദർ ഒക്കേഷൻ. ഏതാണ്? ഏതാണ് എഴുതി വെക്കാം. സൺലൈറ്റ് ത്രൂ കാനപ്പിയോ മിസ്റ്റെന്നോ ലൈറ്റ് ഇൻ ഡസ്റ്റി റൂമെന്നോ എന്ത് എഴുതി വെച്ചാലും കുഴപ്പമില്ല. എന്താണ് മിൽക്ക് പാർട്ടിക്കിളുള്ള വെള്ളത്തിൽ മിൽക്ക് വാട്ടറിൽ എന്താണ് ലൈറ്റ് കടത്തി വിടുമ്പോൾ ഒക്കെ എഴുതാം. അത് ഏത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഡോണ്ട് വറി. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ക്ലാസ്സിൽ മാത്രമല്ല, നമ്മൾ ആ ചെറിയ വീഡിയോ 10 മിനിറ്റിൻ്റെ വീഡിയോ എടുത്തതിൽ വരെ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവം? ഇൻ വിച്ച് കളേഴ്സ് വിൽ ദ പേഴ്സൺ വ്യൂ ദ സൺ? എന്ത് കളറിലായിരിക്കും? ഒരു റെഡിഷ് ഓറഞ്ചിഷ് എന്നൊക്കെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അല്ല റെഡ് പ്ലസ് ഓറഞ്ച് എന്ന് എന്ത് എഴുതിയാലും കുഴപ്പമില്ല. ഇനി റെഡിഷ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എക്സ്പ്ലെയിൻ ഹൗ. എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള കളേഴ്സ് ബ്ലൂവും വയലറ്റൊക്കെ സ്കാറ്റേർഡ് ആയിപ്പോൾ, കാരണം അതിന് വെയിലെങ്ത് കുറവാണ്. റെഡ് ഓറഞ്ച് ഒക്കെ ആയിരിക്കും നമ്മുടെ കണ്ണിൽ എത്ര. അത്രയുള്ള സംഭവം. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നേരെ പറഞ്ഞ സാധനങ്ങളാണ്. വേറെ നമ്മൾ ചോദിച്ചിട്ടൊന്നുമില്ലോ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ നേരെ നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റ് എടുത്ത ചോദ്യമാണ് ഇൻഫാക്ട് ഇത്. വിച്ച് ടെർമിനൽ. പക്ഷേ അത് ഇവർ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവർ ചോദിച്ചിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കാണണമെങ്കിൽ ഈ പിയിൽ ഏത് ടെർമിനൽ എടുക്കണം. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരണമെങ്കിൽ കറണ്ട് മുകളിലേക്കാണ് പോകേണ്ടത്. റൈറ്റ് ഹാൻഡ് തമ്മിൽ ഉപയോഗിച്ച് നോക്കിയാൽ കറണ്ട് മുകളിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ കറണ്ട് മുകളിലേക്ക് പോകണമെന്ന് മനസ്സിലായി. ഇനി കറണ്ട് മുകളിലേക്ക് പോകണം, ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് അല്ലേ. അപ്പോൾ പിയിൽ എന്താണ് വേണ്ടത്? പിയിലല്ലേ ഇവർ ചോദിച്ചിരിക്കുന്നത്, പിയിൽ നെഗറ്റീവ് ആണെന്ന് പറയണം. അപ്പം ഇത് സംഭവം കറണ്ട് മുകളിലേക്ക് പോയാൽ ആൻറ്റി ക്ലോക്ക് വൈസ് വരും നമുക്കറിയാം. പക്ഷെ നമ്മൾ പൊതുവേ നമ്മൾ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യുക? കറണ്ട് മുകളിലേക്കാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ നിർത്തും. ഇതുവരെ തിരിച്ചു ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ കറണ്ട് എങ്ങോട്ടാണെന്ന് മാത്രമല്ല ബാറ്ററി എവിടെ കുത്തണം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വെറുതെ കുറച്ച് കാര്യങ്ങൾ തലേന്ന് മാത്രം പഠിച്ചാലുള്ള ബുദ്ധിമുട്ട് അത് വരും. സ്ക്രീൻഷോട്ട് എനിക്ക് കാണിക്കാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങൾക്ക് ശരിക്കും ഉത്തരം കൊടുക്കണമെങ്കിൽ നിങ്ങൾ നേരത്തെ ഒരു പഠനം ആവശ്യമുണ്ട്. എന്നിട്ട് പരീക്ഷ തലേന്ന് ഒരു റിവിഷൻ പോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? യൂട്യൂബിലെ ക്ലാസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് പണ്ട് ഞാനിങ്ങനെ പറയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. കാരണം ഡയറക്റ്റ് അല്ല ചോദ്യങ്ങൾ. സ്റ്റേറ്റ് ദ റൂൾ. ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് ദ റൂൾ വരും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടി അവിടെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊന്നും ഇല്ലടോ 5 മിനിറ്റ് 900 ജൂൾ ഓഫ് ജിൻ്റെ ഫസ്റ്റ് സർക്യൂട്ട്, മറ്റേ 3600 ജൂളാണ്. എക്സ്പ്ലെയിൻ ദ റീസൺ വൈ മോർ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ദ സെക്കൻഡ് സർക്യൂട്ട് ഈവൻ ദ ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് വോൾട്ടേജും സെയിം ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും വോൾട്ടേജ് സെയിം ആണെങ്കിൽ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞവരാണ്, എങ്ങനെ ക്ലാസ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിടാം. വോൾട്ടേജ് സെയിം ആണെങ്കിൽ റെസിസ്റ്റൻസ് കുറവുള്ള ആളാണ് കൂടുതൽ ഹീറ്റ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. പവറും റെസിസ്റ്റൻസ് കുറവുള്ള ആളാണ് കൂടുതൽ പവർ ഉണ്ടാക്കുക എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ഇവിടെ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നോക്ക്, ആർക്കാടോ റെസിസ്റ്റൻസ് കുറവുള്ളത്, വോൾട്ടേജ് സെയിം ആണ് നോക്കിക്കേ. വോൾട്ടേജ് സെയിം ആണെങ്കിൽ റെസിസ്റ്റൻസ് കുറവുള്ളത് ഇവനാണ്. അപ്പോൾ അവനായിരിക്കും കൂടുതൽ ഹീറ്റും പവർ ഉണ്ടാക്കുക. അത്ര എഴുതി വെച്ചാൽ മതി. അത് ഏത് ഇക്വേഷൻ പ്രകാരമാണ്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ പ്രകാരമാണ്. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ പവർ കൂടും. ഹീറ്റിന്റെ കാര്യത്തിൽ സെയിം ആണ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഇക്വേഷൻ എഴുതി വെക്കാം. H = V²/R×T എന്ന് പറഞ്ഞാൽ I²R×T ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം കറണ്ട് രണ്ടിലും വേറെ വേറെയാണ്. V²/R×T ഉപയോഗിക്കണം. അപ്പം നമുക്ക് പറയാം ഹീറ്റ് റെസിസ്റ്റൻസ് കുറവുള്ള ആൾക്കാണെങ്കിൽ ഹീറ്റും കൂടുതൽ എന്നുള്ള കാര്യം. അത്ര ഉള്ള സംഗതി. മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് കാര്യമാണ്. ഈ സെയിം ലോജിക്കിലുള്ള ചോദ്യമാണ് നമ്മൾ ചെയ്തത്. ലോവർ റെസിസ്റ്റൻസിന് ആർക്കായിരിക്കും ഹയർ പവറുള്ള ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് ശ്രദ്ധിച്ചിരുന്ന ഒരു കുട്ടിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പക്ഷേ വീണ്ടും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് മാത്രം ചെയ്ത് കുട്ടിക്ക് ചിലപ്പോൾ എന്താണ് അത് മാത്രം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, വേറെ നിങ്ങളൊന്നും ചെയ്ത് ശീലിക്കാതെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് മാക്സിമം ശീലിക്കണം. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യുക, ക്രാഷ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ മതി. വേറെ ഒന്നും ഇവിടെ ചോദിച്ചിട്ടില്ലല്ലോ, അത് ആവശ്യമാണ്. കാർബൺ ഫുട് പ്രിന്റ് നമ്മൾ മോർണിംഗ് ക്വിസറിൽ വരെ പറഞ്ഞ കാര്യം തന്നെ, ഇതിൽ ഏത് വേണം എഴുതി വെച്ചോ നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അത് സിമ്പിൾ ഡയറക്റ്റ് ചോദ്യമായിരുന്നു. വെൻ മാഗ്നറ്റ് ഈസ് മൂവ്ഡ്, വീണ്ടും നമ്മുടെ അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ എന്നാണ്. അപ്പോൾ ഇത് ബേസിക് ചോദ്യമാണ്. ബേസിക്കലി എന്താണ്, വാട്ട് ഹാപ്പൻസ് ടു ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ സർക്യൂട്ട് വെൻ ദ സ്പീഡ് ഓഫ് ദി മാഗ്നറ്റ് ഇൻക്രീസ്. സ്പീഡ് ഓഫ് ദി മാഗ്നറ്റ് കൂടിയാൽ ഇൻഡ്യൂസ്ഡ് EMF കൂടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വിശാൻ സാർ ബാച്ച് ലെവൽ എടുത്തിട്ടുണ്ട്, യൂട്യൂബിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടില്ല, സത്യമാണ്. ഓക്കെ, പക്ഷേ ബാച്ചിൽ ഫോളോ ചെയ്ത് കുട്ടിക്ക് സിമ്പിളാണിത്. സ്പീഡ് കൂട്ടുമ്പോൾ മാഗ്നറ്റ് കൂടും, അല്ല എന്താ EMF കൂടും. വാട്ട് വിൽ ബി ദ ഇൻഡ്യൂസ്ഡ് EMF ഇഫ് ദ മാഗ്നറ്റ് ആൻഡ് കോയിൽ ടു മൂവ് ടുഗെദർ ഇൻ ദ സെയിം ഡയറക്ഷൻ സെയിം സൈഡ്. അവിടെ രണ്ടും കൂടി ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ എന്തിനുണ്ടാവോ, ഒന്നും ഉണ്ടാവില്ല. നോ EMF അഥവാ 0 EMF എന്ന് പറയണം. കാരണം എന്താ, ഇവിടെ EMF ഉണ്ടാവണ റിലേറ്റീവ് മോഷൻ വേണം. ഒരാൾ വെച്ച് നോക്കുമ്പോൾ മറ്റാൾ മൂവ് ചെയ്യണം, രണ്ടുപേരും കൂടെ മൂവ് ചെയ്താൽ റിലേറ്റീവ് മോഷൻ അവിടെ ഇല്ല. അപ്പോൾ എന്തുണ്ടാവില്ല, EMF ഉണ്ടാവില്ല. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. സോളിനോയിഡ് വീണ്ടും ആ ചാപ്റ്റർ തന്നെയാണ്. വിച്ച് ഫിനോമിന ഇസ് ബിഹൈൻഡ്, ബേസിക്കലി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് എഴുതി വെക്കുക. ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കുക. ഈ സാധനം നേരം കൊണ്ട് എഴുതി വെക്കുക. ഇത് ബാച്ച് ലെവൽ എടുത്ത്, കാരണം അടുത്ത ചാപ്റ്റർ ആണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദിസ് ഫിനോമിന. ഈ ഫാക്ടേഴ്സിൽ ഏത് രണ്ടെണ്ണം എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. നമ്പർ ഓഫ് ടേൺസോ സ്ട്രെങ്ത് ഓഫ് കറണ്ടോ അല്ലെ നേച്ചറോ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് മൂവ്മെന്റോ എന്ത് എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. An object is placed at 20 cm. Basically concave ലെൻസിന്റെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഡിസ്റ്റൻസ് 10 cm. ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത്. ഇത് ഈ ഡയറക്റ്റ് ഫോർമുല വെച്ചിട്ട് ക്ലാസ്സിൽ ഒന്നിലധികം ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ, 2-3 ചോദ്യങ്ങൾ ഇന്നലെ തന്നെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. നേരെ ഉപയോഗിച്ച് ഇട്ട് കൊടുക്കുക, ആൻസർ കിട്ടുന്നതായിരിക്കും. UV ഇട്ട് കൊടുക്കുക. ആകെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ യുവിന് പകരം ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഡിസ്റ്റൻസ് 10 cm ഫ്രം ദ ലെൻസ് ആണ്. അപ്പോൾ 10 cm അത്. പിന്നെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 20 സെൻറ്റിമീറ്ററിലാണ്, 20 സെൻറ്റിമീറ്റർ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ സൈൻ കൺവെൻഷനാണ്, അവിടെ തെറ്റിയാൽ പോയി. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്ക്, യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, ഒബ്ജക്റ്റ് ഒക്കെ എപ്പോഴും ലെഫ്റ്റിലാണ്, അപ്പോൾ യു നെഗറ്റീവ് ആയിരിക്കും. ഈ വിൻ്റെ കാര്യം ദ ഇമേജ് ഫോംഡ് അറ്റ് ഡിസ്റ്റൻസ് 10 cm ഫ്രം ദി ലെൻസ് എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ സാർ വി പ്ലസ് ആണോ മൈനസ് ആണോ? അപ്പോൾ അവിടെയാണ് നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിക്കേണ്ടത്. ഇത് എന്ത് ലെൻസ് ആണോ? ഇത് കോൺകേവ് ലെൻസ് അല്ലേ. ഈ കോൺകേവ് ലെൻസ് എപ്പോഴും എന്ത് ഇമേജ് ഉണ്ടാക്കുള്ളൂ? കോൺകേവ് ലെൻസ് എപ്പോഴും വിർച്വൽ ഇമേജ് ഉണ്ടാക്കുള്ളൂ. അത് ഒബ്ജക്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇമേജ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഈ ഇമേജിലേക്ക് ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, ഇമേജ് എപ്പോഴും ലെഫ്റ്റിലായിരിക്കും. ഒബ്ജക്റ്റ് ലെഫ്റ്റിലാണെങ്കിൽ ഇമേജ് ലെഫ്റ്റിലായിരിക്കും ഉണ്ടാവുക. മനസ്സിലായി, ചെറിയ ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. അത് കോൺകേവ് ലെൻസിൻ്റെ പ്രത്യേകതയാണ്. അതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് തന്നെ കേട്ടോ, അല്ലാണ്ട് പുതിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതിലേക്കുള്ള ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്ക് ആയിരിക്കും, സോ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും കീ ആയുള്ള കാര്യം V = -10 ആണെന്നാണ്. അത് നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ പോയി. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം UV/U - Vയിൽ -20 -10 മുകളിൽ -20 -10 താഴെ. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക -20 cm എന്നാണ് ഫോക്കൽ ലെങ്ത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, അവിടെ ഇങ്ങനത്തെ ചോദ്യം വന്നങ്ങനെ ആലോചിച്ചാൽ മതി. ഈ ഫോക്കൽ ലെങ്ത് പ്ലസ് വന്നു വിചാരിച്ചോ, നിങ്ങൾ ഈ -10 ഒന്നും എടുക്കാതെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ +20 വരും. ഓക്കെ, അല്ലെ വേറെ എന്തെങ്കിലും നമ്പർ പ്ലസ് വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി പ്ലസ് വരാൻ പാടില്ല, കാരണം കോൺകേവ് ലെൻസിൻ്റെ പവറും ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് പാടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റുണ്ടെന്നുള്ള അത് മനസ്സിലാക്കണമായിരുന്നു. പക്ഷേ ഇത് ക്വസ്റ്റ്യൻസ് ചെയ്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കുട്ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നല്ലൊരു ചോദ്യമായിരുന്നു കേട്ടോ. അതേപോലെയാണ് മാഗ്നിഫിക്കേഷൻ്റെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കോൺകേവ് ലെൻസ് ആണ് വീണ്ടും. ഫോക്കൽ ലെങ്ത് എന്തിനാ തരേണ്ട ആവശ്യമില്ലായിരുന്നു. ഒബ്ജക്റ്റ് 25 cm വെച്ചിട്ടുണ്ട്. അപ്പോൾ U = -25 ലെഫ്റ്റിലാണ് വെക്കുന്നെങ്കിൽ. ആൻഡ് ഇമേജ് ഇസ് ഫോംഡ് ഡിസ്റ്റൻസ് 10 cm ഫ്രം ലെൻസ്. വീണ്ടും കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിൽ ലെഫ്റ്റ് സൈഡിലെ ഇമേജ് വരുള്ളൂ. ലെഫ്റ്റ് സൈഡിലാണ് ഒബ്ജക്റ്റ്, ലെഫ്റ്റ് സൈഡിലെ ഇമേജ് വരുള്ളൂ. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് എത്ര ആയിരിക്കുമോ? -10 ആയിരിക്കും. അത് നിങ്ങൾക്ക് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ മാഗ്നിഫിക്കേഷൻ എന്താണ്, വെറുതെ ഫോർമുല ഇട്ട് കൊടുക്കുക. -10 -7 കട്ടായി 0.4 കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഗതി. അടുത്ത ഇതെന്താ സാധനം, ഇവിടെ നിയർ പോയിന്റ് വെച്ചിട്ട് കാണുന്നില്ല, അടുത്ത് വെച്ചിട്ട് കാണുന്നില്ല എങ്കിൽ അവനെ ലോങ് സൈറ്റഡ്നെസ് ആണ്. അപ്പോൾ ഹൈപ്പർമെട്രോപ്പി ലോങ് സൈറ്റഡ്നെസ് ക്ലാസ്സിൽ നേരെ ചെയ്ത് രണ്ടും കമ്പയർ ചെയ്ത് റേ ഡയഗ്രം വെച്ച് ചെയ്ത് പഠിപ്പിച്ചാണ് സാർ. കോൺവെക്സ് ലെൻസ് ആണ് ഇതിൻ്റെ റെമഡി. അതും നമ്മൾ ക്ലാസ്സിൽ ഡയറക്റ്റായി ചെയ്ത ക്വസ്റ്റൻ ആണ്. നിയർ പോയിന്റ് എന്തായിരിക്കും, കമ്പയർ ദ നിയർ പോയിന്റ് ഓഫ് ദിസ് പേഴ്സൺ ഓഫ് ദ നോർമൽ. ഇതും ക്ലാസ്സിൽ ചെയ്താണ്. നോക്ക്, ഇങ്ങനെയാണെങ്കിൽ ഫാർ പോയിന്റ് ഇസ് ഇൻഫിനിറ്റി, നിയർ പോയിന്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 25 cm, ഗ്രേറ്റർ ദാൻ 25 cm എന്നോ ഗ്രേറ്റർ ദാൻ നോർമൽ ആയിരുന്നോ എന്ത് വേണമെങ്കിൽ എഴുതി വെച്ചു. അതൊക്കെ ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ് ആണ്. ഇതിലൊന്നും കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല കേട്ടോ. ഇത് കിട്ടില്ല ഒന്നും പറയാൻ പാടില്ല. ഇതൊരു വിയേർഡ് ക്വസ്റ്റൻ ആണ്, കാരണം ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് പറയാത്ത ഒരു കാര്യമാണ്. എങ്കിലും നിങ്ങൾ എന്താ എഴുതിക്കൊണ്ട് വാട്ട് മൈ ദ റിവീസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കൂടെ എഴുതി വെക്കുക. ഇതൊരു വിയേർഡ് ക്വസ്റ്റൻ ആണ്. ഐ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു നോ എന്താണ് ആൻസർ ചെയ്യുന്നത്. കാരണം ഇത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് കറക്റ്റ് ആൻസർ വെച്ചാൽ ഇതും അല്ല ശരിക്കും. പക്ഷേ അതിൽ എഴുതി വെക്കുക, മാർക്ക് കിട്ടേണ്ടതാണ്. എനിക്ക് എല്ലാവർക്കും ഇത് മാർക്ക് തരേണ്ടി വരും മിക്കവാറും. വാട്ട് മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ ടു പ്രിവെന്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. അപ്പോൾ യൂസ് സോഫ്റ്റ് അയൺ കോർന്നോ 2 കോയിൽ ഉണ്ടെങ്കിൽ ആ 2 കോയിൽസ് ഒരുമിച്ച് വൈൻഡ് ചെയ്യണോ, വൈൻഡിങ് 1 over the other, അതിൻ്റെ മുകളിൽ ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യമൊക്കെ ഒന്ന് എഴുതി വെക്കാം, ഫ്ലക്സ് ലീക്കേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്.
വിയേർഡ് ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത നേരെ സാധനമാണ്. ഇത് നമ്മൾ ഈ റുപ്പീസ് അടക്കം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, റുപ്പീസിൻ്റെ കണക്കടക്കം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ചെയ്ത് വെച്ചാൽ മതി, വേറെ കോംപ്ലിക്കേഷൻ അവിടെ ഇല്ല. എന്താണ് ഈ എവിടെ നമ്മൾ കാൽക്കുലേഷൻ ഞാൻ കാണിച്ചിട്ട് ഈ രീതിയിൽ ചെയ്യുക, ഓരോന്നിൻ്റെയും പവറിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്യുക. പവർ മാത്രം ആദ്യം എഴുതി, ടൈം കോമൺ ആണല്ലോ, 8 മണിക്കൂർ കോമൺ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുറത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചെയ്ത് വന്നാൽ അവസാനം ഇതാണ് കാൽക്കുലേഷൻ കിട്ടുക. അപ്പോൾ ഒരു ദിവസം ഇതാണ്, 30 ദിവസം ഇതാണ്. പൈസ 792 രൂപയാണ്, എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. റെഡി സെറ്റ് ഓക്കെ. മറ്റേ വേറെ ക്വസ്റ്റ്യനാണ്, വരാൻ വന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്താണ്. എന്താ പൈസ അടക്കമുള്ള ക്വസ്റ്റ്യൻ 30 ദിവസം 5 രൂപ ഒക്കെ നമ്മൾ ഇന്നലെ ചെയ്തതാണോ അതാ ഞാൻ പറയുന്നത്. ഹീറ്റിംഗ് അപ്ലയൻസ് ഇതൊക്കെ നമ്മൾ ചെയ്ത്, ഇതിന് 3 ചോദ്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ. 400 വാട്ടാണ്, 240 വോൾട്ട് ആണെങ്കിൽ, 100 വാട്ട് ആണെങ്കിൽ എത്രയായിരിക്കും വോൾട്ടേജ്? നമ്മൾ എപ്പോഴും ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞല്ലേ മക്കളെ. ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഇങ്ങനെയാണ്. 800 വാട്ട് 240 വോൾട്ട് ആണെങ്കിൽ ചോദ്യം 120 വോൾട്ട് ആണെങ്കിൽ എത്രയായിരിക്കും പവർ? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ആദ്യം 6 കണ്ടുപിടിക്കണം, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് പുതിയ പവറിൻ്റെ ഫോർമുല വെച്ച് V²/R കണ്ടുപിടിക്കണം. നമ്മൾ 3 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, 3 ക്വസ്റ്റ്യൻ. ആ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ലൈവിൽ മാത്രം നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ബേസിക്കലി എന്താണ് ഈ ഇക്വേഷൻ ഈ രീതിയിൽ റീഅറേഞ്ച് ചെയ്യുക, റെസിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക, V²/P ഇട്ട് കൊടുത്ത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ബി എത്രയോടെ 240 അവർ പറഞ്ഞില്ലേ, P 400 എന്ന് പറഞ്ഞില്ലേ, കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 144 കിട്ടും. എന്നിട്ട് വീണ്ടും അതേ ഫോർമുല ഉപയോഗിക്കുക, P V²/R. പുതിയ പവർ അവർ തന്നത്രയാണ്, പുതിയ പവർ തന്നത് 100 വാട്ട് എന്നാണ്. റെസിസ്റ്റൻസ് പുതിയതും പഴയതൊന്നുമില്ല, റെസിസ്റ്റൻസ് 144 ആയിരിക്കും. അപ്പോൾ V ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ V² RP എന്ന് എഴുതി ഈ രീതിയിലാക്കുക. എടാ അപ്പോൾ V എന്തായിരിക്കും? ഇതിൻ്റെ റൂട്ട് ആയിരിക്കും. ഇതിൻ്റെ റൂട്ട് എത്രയാണ്? 12. മറ്റൊരു റൂട്ട് എത്രയാണ്? 10. അപ്പോൾ 120 വോൾട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത് ഡയറക്റ്റ് ഐ എം വെരി ഹാപ്പി ഈ ചോദ്യം ചോദിച്ചു എന്നുള്ളതായിരിക്കും. കാരണം ഇതുപോലത്തെ ഒരു ചോദ്യമല്ല, 3 ചോദ്യം നിങ്ങളെടുത്ത ലൈവ് നോക്കിക്കോ. ഇതുപോലത്തെ 3 ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല ഈ ഒരു ചോദ്യം കിട്ടാൻ വേണ്ടിയിട്ട്. ഡയഗ്രം ഓഫ് ജനറേറ്റർ. അപ്പോൾ വീണ്ടും ലാസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്, നമ്മുടെ ബാച്ച് ലെവൽ എടുത്താണ്. ബേസിക്കലി എന്താണ് സംഭവം, ഇത് സ്പ്ലിറ്ററിംഗ് ആണെങ്കിൽ അത് DC ജനറേറ്റർ ആട്ടോ. സ്പ്ലിറ്ററിംഗ് ആണ്, ഇത് DC ജനറേറ്റർ ആണെന്നുള്ള കാര്യം എഴുതി വെക്കുക. വാട്ട് ഈസ് അറേഞ്ച്മെന്റ് ദാറ്റ് ബ്രിങ്സ് ബ്രഷസ് ആണ്. ഇഫ് ആർമേച്ചർ ഓഫ് ജനറേറ്റർ ഇസ് കെപ്റ്റ് സ്റ്റേഷനറി, ആർമേച്ചർ നിർത്തിയിട്ട് മാഗ്നറ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ എന്ത് ഇലക്ട്രിസിറ്റി വരാം? അവിടെ ഈ DC ജനറേറ്റർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ആർമേച്ചർ തന്നെ റൊട്ടേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിൽ ഈ മറ്റേ മാഗ്നറ്റ് കിടന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് DC അല്ല AC ആണ് വരിക. അപ്പോൾ ഒരു ചെറിയ സ്ലൈറ്റ്ലി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഓർത്ത് വെച്ചോ, പബ്ലിക്കിലേക്ക് വരാം കേട്ടോ. പിന്നെ വീണ്ടും പവർ ട്രാൻസ്മിഷൻ എന്നുള്ള ചോദ്യമാണ്. ഏത് വോൾട്ടേജിലാണ് പവർ സ്റ്റേഷൻ ഉണ്ടാക്കുന്നത്? 11 കിലോ വോൾട്ട്. നമ്മൾ പവർ സ്റ്റേഷനിൽ സാറ് പഠിപ്പിച്ചാണ് കൃത്യമായിട്ട്. എന്താണ് 11 കിലോ വോൾട്ടിന് ഉണ്ടാകുന്നത്, അപ്പോൾ 11,000 വോൾട്ട് എന്ന് എഴുതി വെക്കാം. പിന്നെ റൈറ്റ് ദ എനർജി കൺവേർഷൻ ടേക്സ് പ്ലേസ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഡീറ്റെയിൽ പഠിപ്പിച്ചാണ്. എന്താണ് ന്യൂക്ലിയർ എനർജി, എന്ത് ഹീറ്റ് എനർജി ആവുന്നു, ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആവുന്നു, മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആവുന്നു. ഇനി ന്യൂക്ലിയർ എനർജി നേരെ ഇലക്ട്രിക്കൽ എനർജി എഴുതിയാൽ ചിലപ്പോൾ മാർക്ക് കിട്ടും, പക്ഷേ ഇതാണ് എൻ്റെ മൊത്തം സ്റ്റെപ്പ്. തെർമൽ പവർ സ്റ്റേഷൻ ഈ സാധനം നേരെ ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ അത് നമ്മൾ എഴുതി വെച്ചാൽ മതി. അല്ല നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന സാധനം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇതായിട്ട് ഏതാണ്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, അത്രേ ഉള്ളൂ. അതിലൂടെ വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഓക്കെ, ഇതാ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താണ്, പക്ഷേ ഇൻഡയറക്റ്റ് രീതിയിൽ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടാണ് ചോദിച്ചത്. നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ നോർത്ത് പോളാന്ന് പറഞ്ഞു, അങ്ങനെയാണ് എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവർ നേരെ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി, ഇവർ പറഞ്ഞു വിച്ച് മാഗ്നറ്റ് പോൾ ഷുഡ് ബി എന്ത് എന്ത് നോർത്താണോ സൗത്താണോ ഇവിടെ വരേണ്ടത്, എവിടേക്ക് പോകും? പിയിലേക്ക് പോകുന്നുള്ള കാര്യം. എടാ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ചെയ്തത് എന്താണ്, നോർത്ത് ആണെങ്കിൽ ക്യൂയിലേക്ക് പോകും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ പിന്നെ പിയിലേക്ക് പോകണമെങ്കിൽ ബാറ്ററി സെയിം അല്ലേ, ഇതൊക്കെ പോസിറ്റീവ് ഇതാ പോസിറ്റീവ്. അപ്പോൾ കറണ്ടും ബാറ്ററിയൊക്കെ സെയിം ആണ്, കറണ്ട് ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സൗത്ത് പോൾ വന്നാലല്ലേ പിയിലേക്ക് പോളൂ. അപ്പോൾ ആൻസർ എന്താ? സൗത്ത് പോൾ. അപ്പോൾ ഇന്നലത്തെ ആ ലൈവിലെ ക്വസ്റ്റ്യൻ ചെയ്ത കുട്ടിക്ക് എല്ലാവർക്കും അറിയാം, നോർത്ത് പോൾ ആണെങ്കിൽ ലെഫ്റ്റിലേക്കാണ് പോവുക, സൗത്ത് പോൾ ആണെങ്കിലായിരിക്കും അത് ക്യൂയിലേക്കാണ്. നോർത്ത് പോൾ ആണെങ്കിൽ പോവുക, സൗത്ത് പോൾ ആണെങ്കിൽ പിയിലേക്ക് പോകുന്നതല്ല, നേരെ എഴുതി വെക്കാം. ഇനി നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് വെക്കാം. കറണ്ട് ഇങ്ങനെയാണ് വരിക. പിന്നെന്താണ്, റൈറ്റിലേക്ക് ഫോഴ്സ് വരണമെങ്കിൽ നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് താഴേക്കായിരിക്കണം, ഈ ഇൻഡെക്സ് ഫിംഗർ താഴേക്കായിരിക്കണം. അപ്പോൾ താഴേക്ക് മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇങ്ങനെയാണെങ്കിലാണ് ഫോഴ്സ് ഇങ്ങോട്ടാവും. ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് വയ്ക്കും. കറണ്ട് 3rd ഫിംഗർ ആണ്, ഇൻഡെക്സ് ഫിംഗർ താഴേക്ക് വരണം, അപ്പോഴാണ് ഫോഴ്സിൻ്റെ സാധനം. ഞാൻ കുറേ കാണിക്കാത്തതെന്ന് വെച്ചാൽ എൻ്റെ ലെഫ്റ്റ് നിങ്ങളുടെ റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നി, നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എന്തോ സാധനം ഉണ്ടോ? എന്തൊരു സാധനം? അത് തലയാണ്. എൻ്റെ തലയാണോ? ഞാൻ എന്താ സാധനം? ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത സെയിം ഇന്നലത്തെ ക്ലാസ്സിൽ ചെയ്ത സാധനം കേട്ടോ പറയുന്നത്. വാട്ട് ചേഞ്ച് മസ്റ്റ് ബി മെയ്ഡ് ടു റീറ്റെയിൻ ദ ഇനീഷ്യൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ ആൻഡ് പൊളാരിറ്റി ഓഫ് മാഗ്നറ്റ് ഇസ് റിവേഴ്സ്. പൊളാരിറ്റി ഓഫ് മാഗ്നറ്റ് റിവേഴ്സ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി കറണ്ടിൻ്റെ ഡയറക്ഷൻ ഫോഴ്സ് മാറും. പക്ഷെ മാറാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കറണ്ടിൻ്റെ ഡയറക്ഷൻ കൂടി മാറ്റുക. അപ്പോൾ ഇതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ചോദ്യം, പക്ഷേ ഇതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ക്ലാസ്സിലല്ല, കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ സാധനം. അത് മാറാതിരിക്കാൻ വേണ്ടി എന്താണ്? രണ്ടിനെ മാറ്റുക. മാഗ്നറ്റിക് ഫീൽഡ് മാറ്റുന്നുണ്ടെങ്കിൽ കറണ്ടും മാറ്റുക. അപ്പോൾ റിവേഴ്സ് ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്നോ അല്ലെങ്കിൽ റിവേഴ്സ് പൊളാരിറ്റി ഓഫ് ബാറ്ററിന്നോ സെല്ലെന്നോ എന്ത് എഴുതി വെച്ചാലും ഓക്കെയാണ്. മോട്ടർ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്താണ്. ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വരെ നമ്മൾ ക്ലാസ്സിൽ എടുത്താണ്.
ഓക്കെ. നെയിം ദ പോൾ അറ്റ് വൈ വെൻ സൈഡ് എ ബി ഓഫ് ദി ആർമേച്ചർ മൂവ്സ് അപ്വേർഡ്. അപ്പോൾ ഒന്നുമില്ല, ലെഫ്റ്റ് ഹാൻഡ് റൂൾ തന്നെ ഉപയോഗിക്കുക. ബേസിക്കലി ഇവിടെ നോർത്തും ഇവിടെ സൗത്തും വന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ടെർമിനൽ ഇവിടെ ആയതുകൊണ്ട് കറണ്ട് എ ബിയിൽ അങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ കറണ്ട് ഉള്ളിലേക്കും മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നോക്കും. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് നിന്ന് സൗത്തിലേക്കും വന്ന് കറണ്ട് ഉള്ളിലേക്ക് വന്നാലാണ് ഫോഴ്സ് എന്താവുക, കറണ്ട് ഉള്ളിലേക്ക്. അപ്പോൾ തമ്പു തേർഡ് ഫിംഗർ ഉള്ളിലേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ലെഫ്റ്റിലേക്ക് വന്നാലാണ് ഫോഴ്സ് മുകളിലേക്ക് വരിക. അപ്പോൾ അതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്തായിരുന്നു അല്ല, ഇതാണ് ചോദ്യം അല്ലേ. ആർമേച്ചർ മൂവ്സ് അപ്വേർഡ് വരണമെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പറ്റുള്ളൂ. അതായത് വൈ എന്ന് പറഞ്ഞ സാധനം നോർത്തും മറ്റവൻ സൗത്തും ആയിരിക്കണം. അപ്പോൾ വൈ നോർത്താണെന്നുള്ള കാര്യം. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ, കൈ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ വെച്ചാലേ അത് മുകളിലേക്ക് പോവുള്ളൂ. അപ്പോൾ അങ്ങനെ വെക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ലെഫ്റ്റിലേക്ക് വരണം, നോർത്ത്. അപ്പോൾ ഇത് നോർത്തും സൗത്തും ആവണ്ടേ, അത്രേ ഉള്ളൂ. ഡ്രോ ദ റിലേഷൻഷിപ്പ്. ബേസിക്കലി ലെഫ്റ്റ് ഹാൻഡിൻ്റെ കൈ കൊണ്ട് വരച്ച് വെക്കുക. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, മൊത്തം പിക്ചർ കോപ്പി ചെയ്തിട്ട് ഇവിടേക്ക് ഫോഴ്സ് കാണിക്കുക, ഇവിടേക്ക് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുക, ഇവിടേക്ക് കറണ്ടും കൂടി കാണിക്കുക. ഇത് എന്താണ് അവർ കൃത്യമായിട്ട് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ആ മോട്ടർ മൊത്തം വരച്ച് വെക്കാനും ലെഫ്റ്റ് ഹാൻഡ് റൂൾ എൻ്റെ ആ പിക്ചറും കൂടി വരച്ച് വെക്കാനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ആ രണ്ടും ചെയ്ത് വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. മനസ്സിലല്ലേ? വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ സർക്യൂട്ട് ടു റൊട്ടേറ്റ് ദ ആർമേച്ചർ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആർമേച്ചർ ഓപ്പോസിറ്റ് ആക്കാൻ എന്ത് ചെയ്യണം, കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റുക. പ്രശ്നം തീർന്നില്ലേ? ഓക്കെ. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ മാറ്റാൻ എഴുതി വെക്കാം. കറണ്ട് എന്നാൽ ചേഞ്ച് ഡയറക്ഷൻ ഓഫ് കറണ്ട്. വാട്ട് ഈസ് ദ എനർജി കൺവേർഷൻ? ഇതൊക്കെ നമ്മൾ ചെയ്ത ക്ലാസ്സിൽ നേരെയുള്ള ചോദ്യമാണ്. ഇലക്ട്രിക് എനർജി ടു മെക്കാനിക്കൽ എനർജി. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതൊരു നിങ്ങളെ ചിലപ്പോൾ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഇതിൽ ഈ പേപ്പറിൽ ചെറിയ പ്രശ്നം വെച്ചാൽ പല ചോദ്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ നേരെ പറഞ്ഞെങ്കിലും കുറച്ചൊക്കെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചതുകൊണ്ട് കോൺസെപ്റ്റ് കൃത്യമായിട്ട് കൊണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ചോദ്യ പേപ്പർ നിങ്ങൾക്കൊരു നരകമായിട്ടുണ്ടാവും. ഓക്കെ. പക്ഷെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയൊരു കുട്ടി കഴിഞ്ഞ ദിവസം ലൈവും കൂടി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ ബാച്ചിലൊക്കെ പറ്റുമെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് എ 40 ഔട്ട് ഓഫ് 40 ക്വസ്റ്റ്യൻ പേപ്പർ. 40 ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. അതാണ് വ്യത്യാസം. അപ്പോൾ ഇതൊരു മീഡിയം ക്വസ്റ്റ്യൻ പോലും ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയാൻ ആർക്കും പറ്റുന്നുണ്ടാവില്ല എനിക്ക് തോന്നുന്നു. ആരും മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ മിക്കവാറും പറയുന്നുണ്ടാവില്ല. മിക്കവാറും പറയാം ഒന്ന് ഭയങ്കര ടഫ്, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, ഈസി ആയിരുന്നു പറയും. കാരണം എന്ന് വെച്ചാൽ ഈസിയായി കുട്ടിക്ക് എന്തായിരിക്കും, ആ കുട്ടി നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ ക്വസ്റ്റൻസ് കഴിഞ്ഞ ദിവസം ലൈവും കൂടി ചെയ്തോടെ ആ കുട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. A+ കിട്ടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. മറ്റേ അറ്റത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ നേരത്തെ പഠിച്ചിട്ടുമില്ല, അവസാനം നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടിട്ടും കാര്യമില്ലാത്തൊരവസ്ഥ വരും. കാരണം ക്വസ്റ്റൻസ് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷനുള്ളൂ. അത് കുറേ ചോദ്യങ്ങൾ ചെയ്യാല്ല, കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. റിവിഷൻ ക്ലാസ്സോ എവിടെ നിന്ന് ക്ലാസ് ഉണ്ടോ, പക്ഷേ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് റിവിഷൻ ക്ലാസ് അവിടെ കിട്ടും. അടിപൊളി ക്ലാസ് കിട്ടും. ഈ രണ്ട് ദിവസം ഒരു ദിവസം കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് കണ്ടില്ലേ, എന്തൊക്കെ പഠിപ്പിച്ച് വന്നു എന്നുള്ളതാണ് കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാ ചാപ്റ്ററും എക്സാമിനറിനും കൂടെ ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടൊരു പഠനവും അതിനോടൊപ്പം എക്സ്ട്രാ ചോദ്യങ്ങൾ ചെയ്യുക. ആ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പരീക്ഷ, ഈ ലെവൽ വരുന്ന പരീക്ഷ പബ്ലിക് എക്സാമിന് എന്തായാലും ഇതിൻ്റെ മുകളിലേ വരുള്ളൂ, നേരിടാൻ പറ്റുള്ളൂ. A+ ആലോചിക്കാനെങ്കിലും പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ കോൺസെപ്റ്റ് കറക്റ്റ് പഠിപ്പിക്കും, ക്വസ്റ്റ്യൻസും ക്ലാസ്സിൽ ലൈവിൽ എടുക്കും. മാത്രമല്ല ഈ ബുക്കിൽ ഇഷ്ടംപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ടാവും. ധാരാളമാണ്, ഇന്നഫ് ആൻഡ് മോറാണ്. അത്രയായി കൂടുതൽ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സാധനം പബ്ലിക്കിൽ ആവശ്യമുണ്ടാവും. അല്ലാണ്ട് തട്ടിക്കൂട്ട് എക്സാമിന് തലേന്നുള്ള പരിപാടി നടക്കില്ല എന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക്കിൽ A+ കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് മോശം കിട്ടിയാലും നിങ്ങൾ തോറ്റുപോയാലും ഞാൻ ഗ്യാരണ്ടി തരുന്നു മക്കളെ, പബ്ലിക്കിൽ A+ കിട്ടും. ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠനം നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ട് നമുക്ക് അവിടെ കാണാം. എക്സാമിനറുടെ പവർ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അതിൻ്റെ സാമ്പിളാണ് കിട്ടിയത്, ഒരു ദിവസത്തെ സാമ്പിളാണ് കിട്ടിയത്. പ്രോപ്പറായിട്ടുള്ള വെടിക്കെട്ട് കിട്ടണമെങ്കിൽ വരിക, ബാച്ചിൽ വരിക, നമുക്ക് തകർത്ത് പഠിക്കാം. ബൈ, ടേക്ക് കെയർ. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എന്തെങ്കിലും കറക്ഷൻസ് ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ബൈ. അടുത്ത പരീക്ഷയ്ക്ക് ഓൾ ദി ബെസ്റ്റ്.